ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവനൊന്നുമില്ലാതെ വളരെ സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് കേക്കാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ബോളൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് മൈദാമാവാണ്. 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അത് ഈ അരിപ്പയിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡറാണ്. അതും കൂടി ചേർക്കാം. എല്ലാം ഒന്ന് മെഷർമെൻറ്റ് സ്പൂണിൽ അളന്നിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ മാത്രം ചുക്കുപൊടിയാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ മാത്രം ജാതിക്കാപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം കറുവാപ്പട്ട പൊടിച്ചതും കൂടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി. ഇനി ഒരു 2 പിഞ്ച് ഉപ്പും കൂടി ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതിലൂടെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. 2-3 തവണ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ 1 തവണ മാത്രമേ അരിച്ചെടുക്കുന്നുള്ളൂ. നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്ന സമയത്ത് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലകൾ കംപ്ലീറ്റ് നമ്മുടെ മാവിലേക്ക് ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവും. ഇതുപോലെ എല്ലാം ഒന്ന് അരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിക്ക് 30 സെക്കൻഡ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളയാണെന്നുണ്ടെങ്കിൽ വെള്ള, കറുപ്പാണെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. കൂടെ 3 ടേബിൾ സ്പൂൺ അളവിൽ ടൂട്ടി ഫ്രൂട്ടിയും കൂടി നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കളറും മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തെടുക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ച് നല്ലതുപോലെ ഒന്ന് കുതിർത്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 3 മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലിയ മുട്ടയിൽ 3 മുട്ടേനായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബീറ്റർ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഹൈ സ്പീഡിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് 1/2 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. അതായത് പഞ്ചസാര 1/2 കപ്പ് അളവിൽ അളന്നെടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ആ പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് ചേർക്കാം. പഞ്ചസാരയും ചേർത്തിട്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം സ്പീഡിലിട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 മുട്ടയുടെ മഞ്ഞയും കൂടിയാണ്. അപ്പോൾ 3 മുട്ടയുടെ വെള്ളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ 2 മുട്ടയുടെ മഞ്ഞ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ റിഫൈൻഡ് ഓയിലും കൂടി ആവശ്യമായിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ മണമില്ലാത്ത എണ്ണ വേണം കേട്ടോ ഇതിലേക്ക് ചേർക്കാനായിട്ട്. ആ എണ്ണയും കൂടി ചേർക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം നമ്മൾ ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ മുട്ട നന്നായിട്ട് താഴ്ന്നു പോകും. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒരു സൈഡിൽ മാത്രം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്ക് കുറച്ചായിട്ട് മാവ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഫ്രൂട്ട്സും ചേർത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഒരു 15 അല്ലെങ്കിൽ 30 സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാട് സമയം മിക്സ് ചെയ്യരുത്. ഈ ഒരു രീതിക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേഗം തന്നെ ഒരു കേക്ക് ടിന്നിലേക്ക് ഇത് ചേർക്കാവുന്നതാണ്. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചേർക്കാം. ഇതിനുള്ളിലുള്ള ഒരു ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു സ്റ്റിക്ക് കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയും കൂടെ കൊടുക്കാം. തട്ടി കൊടുക്കുമ്പോഴത്തേക്കും ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പുറത്തേക്ക് പോയിക്കോളും. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല, ഇതുപോലെ ഒരു കടായിലാണ്.
അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഞാനിപ്പോൾ റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പ്രീ ഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടും ഇല്ല കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാവുന്നതാണ്. കേക്ക് ടിന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടപ്പിലെങ്ങാനും ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ ആ ഹോളൊക്കെ ഇതുപോലെ എന്തെങ്കിലും ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു അല്പം മാവ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് അടച്ചു വെക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ കടായി ഒന്ന് ചൂടാക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിനും ലോയ്ക്കും ഇടയിലായിട്ട് ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പലപ്പോഴും കേക്ക് ഞാൻ കടായിൽ തയ്യാറാക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതായത് ഇതിൻ്റെ മുകൾ ഭാഗം ബ്രൗൺ കളർ ആകില്ലല്ലോ, നമ്മൾ ഓവനിൽ വെക്കുന്ന സമയത്ത് മാത്രമല്ല എങ്ങനെ ബ്രൗൺ കളർ ആകുന്നതെന്ന്. അങ്ങനെയല്ല, നമ്മൾ കടായിൽ വെക്കുമ്പോഴും ഇതുപോലെ തന്നെ നല്ല ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ തന്നെ ബേക്ക് ആയിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് കൊണ്ട് ഒന്ന് കുത്തി നോക്കുമ്പോഴത്തേക്ക് നല്ല ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിങ്ങനെ വെച്ചിരിക്കരുത്, എങ്കിൽ പിന്നെ അടിഭാഗം ആ ചൂട് വരുന്ന ഭാഗം കൊണ്ട് പെട്ടെന്ന് കളർ മാറിപ്പോകും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ സൂക്ഷിച്ചൊന്ന് എടുത്ത് മാറ്റണം കേട്ടോ, അത്യാവശ്യം ചൂടുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഇഷ്ടമുള്ള പീസിനൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് കേക്ക് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് ഇതുവരെയും ശരിയാകാത്തവർ ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഈ കേക്കിന് മുകളിൽ ഡെക്കറേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ക്രീം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഇതുപോലെ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും ഇതുപോലൊരു കേക്ക് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.